ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം സ്വാഗതം. നമ്മൾ ബ്രസീലിയൻ ടീമുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുമായിട്ട് വന്നിട്ടുള്ളത്. ബ്രസീൽ ടീമിൻ്റെ ഹെഡ് കോച്ച് ആയിക്കൊണ്ട് ആഞ്ചലോട്ടി ഇന്നലെ ആയിരുന്നു CBF ഒഫീഷ്യലായി ന്യൂസ് പുറത്തുവിട്ടത്. ബ്രസീലിൻ്റെ ഹെഡ് കോച്ച് ആയിക്കൊണ്ട് ആഞ്ചലോട്ടി അനൗൺസ് ചെയ്തതായിട്ട്. ഇപ്പോൾ ഇതാ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. ഗ്ലോബോ റിപ്പോർട്ടിൽ പറയുന്നു, ഇതിൻ്റെ മുമ്പ് തന്നെ ബിഹൈൻഡ് ദ സീനിൽ ആഞ്ചലോട്ടി വർക്ക് ആരംഭിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗ്ലോബോ റിപ്പോർട്ടിൽ പറയുന്നു, ഇതിന്റെ ഭാഗമായിട്ട് ബ്രസീലിന്റെ ചില സൂപ്പർ താരങ്ങളുമായി ആഞ്ചലോട്ടി സംസാരിച്ചിരുന്നു ഫോണിലൂടെ എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് നെയ്മർ ജൂനിയറുമായി വീഡിയോ കോളിൽ സംസാരിച്ചിരുന്നു ആഞ്ചലോട്ടി എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തത്. ഗ്ലോബോ റിപ്പോർട്ടിൽ പറയുന്നു, നെയ്മറുമായി ഫോർമൽ ചർച്ച മാത്രമാണ് നടന്നത്. നെയ്മറിന്റെ ഇഞ്ചുറിയെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് ചോദിച്ചറിഞ്ഞത്. അപ്പോൾ ബ്രസീലുമായി നെഗോസിയേഷനിലായിരുന്നു ആഞ്ചലോട്ടി എന്നും ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നീട് ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു, ബ്രസീലിന്റെ മറ്റൊരു സൂപ്പർ താരമായ കാസമറോയുമായും ആഞ്ചലോട്ടി സംസാരിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. കാസമറോ റയൽ മാഡ്രിഡിൽ ആഞ്ചലോട്ടിക്ക് കീഴിൽ വർഷങ്ങളോളം കളിച്ചിട്ടുള്ള ഒരു താരമാണ്. ഇപ്പോൾ അദ്ദേഹവുമായും ആഞ്ചലോട്ടി സംസാരിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗ്ലോബോ റിപ്പോർട്ടിൽ പറയുന്നു, ആഞ്ചലോട്ടി കാസമറോയെ തിരിച്ച് ബ്രസീലിലെത്തിക്കുവാനായി ആഗ്രഹിക്കുന്നു. ബ്രസീൽ ദേശീയ ടീമിലെത്തിക്കുവാനായി ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിനെ ഈ റോളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ആഞ്ചലോട്ടി ആഗ്രഹിക്കുന്നത് എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് ബ്രസീലിന്റെ മറ്റൊരു സൂപ്പർ താരമായ ആന്റണിയുമായും ആഞ്ചലോട്ടി സംസാരിച്ചിരുന്നതായിട്ടാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. ബ്രസീലിന്റെ മറ്റ് സൂപ്പർ താരങ്ങളുമായും ആഞ്ചലോട്ടി സംസാരിച്ചിരുന്നതായിട്ടാണ് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് പുറത്തുവിടുന്നത്.